അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് ഒരു പുതിയ വേദനാജനകമായ ഒരു വാർത്തയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നത്. നഹൂദു ബില്ലാഹ്, ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ. ആലോചിച്ച് നോക്കി, 72 വയസ്സുകാരിയായ ഒരു ഉമ്മ, കുഞ്ഞാമി എന്ന് പറയുന്ന എല്ലാവർക്കും പ്രിയങ്കരിയായ, അതാണ് നാട്ടിൽ ചില സ്ത്രീകളുണ്ടാകും 10-72 വയസ്സായാൽ അയൽവാസികളൊക്കെ ചുറ്റുഭാഗത്തും കൂടി വർത്തമാനം പറഞ്ഞ് അങ്ങനെ തമാശയായി കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു ഉമ്മയായിരുന്നു ഈ കുഞ്ഞാമി ഉമ്മ. എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവരും രാവിലെ ആ ഉമ്മയുടെ അടുക്കൽ വരും. എന്നിട്ട് തലയിൽ ഇങ്ങനെ നോക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. പേനെടുത്തും തമാശ പറഞ്ഞും കളിച്ചും കൈമുട്ടിയും എല്ലാം സന്തോഷിച്ചു കൂടുന്ന ആ ഒരു വീടിൻ്റെ ഏറ്റവും സന്തോഷമായിരുന്നു അത്. ആ പ്രദേശത്തിൻ്റെ സന്തോഷമായിരുന്നു ആ കുഞ്ഞാമി ഉമ്മ. ആ കുഞ്ഞാമി ഉമ്മയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹക്കീമി എന്നു പേരായ ഒരു കാബാലികൻ, തികഞ്ഞ തുല്യതയില്ലാത്ത ഒരു കാട്ടാളൻ, ആ കാട്ടാളൻ ഇല്ലാതാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടി ആലോചിച്ച് നോക്കി. കേവലം 4 പവൻ കൗത്തിലെയും കാതിലെയും ആ 4 പവൻ സ്വർണ്ണാഭരണം എടുത്ത് തൻ്റെ തോന്നിവാസങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആ എല്ലാവർക്കും പ്രിയങ്കരിയായ ആ 72 വയസ്സായ ആ കുഞ്ഞാമി ഉമ്മയെ ഇല്ലാതാക്കായി ക്രൂരന് എങ്ങനെ കഴിഞ്ഞു? ഹലോ, ഇത് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത വേദന വരുന്നു. നമുക്കൊക്കെ നമ്മുടെ ഉമ്മമാർ അടുത്തുണ്ടാകുമ്പോൾ എന്ത് സന്തോഷമാണ്. മാത്രമല്ല, ഇവൻ ഗൾഫിൽ നിന്ന് വന്നവനായിരുന്നു. എന്നിട്ട് ഒരു തുണിക്കട സ്വന്തം നിലക്ക് തന്നെ നടത്തിയിരുന്നു. അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് അതൊക്കെ നഷ്ടപ്പെട്ടതാണ്. ഇപ്പോൾ അവൻ ഒരു ഭക്ഷണ വിതരണ കമ്പനിയിൽ എന്തോ ഒരു വണ്ടിയിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇത്രയും കാലം അവൻ ഈ കുഞ്ഞാമി ഉമ്മയുമായിട്ട് യാതൊരു ബന്ധമോ ആ വീടുമായി അടുപ്പമോ ആ വീടിലേക്ക് കടന്നു ചെല്ലലോ ഒന്നും തന്നെ ഇല്ല. ഒരു വിവരത്തിനും ആ അയൽവാസി എന്നതിലുപരി കേവലം ഒരു അയൽവാസിയായിട്ട് കഴിയുന്നു എന്നല്ലാതെ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയോ അങ്ങനെ ഒരു പരിചിതത്വം ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള അവൻ ഈ കുഞ്ഞാമി എന്ന് പറയുന്ന ആ പ്രിയങ്കരിയായ ഉമ്മയെ തൊട്ടടുത്തു തന്നെയുള്ള പൊട്ടക്കിണറ്റിലാണ് കൊണ്ടുപോയിട്ട് വണ്ടിയുടെ ഡിക്കിലാക്കിയിട്ട് കൊണ്ടുപോയിട്ടിടുകയാണ്. ആലോചിച്ച് നോക്കി. അവൻ്റെ ആ ക്രൂരതയ്ക്ക് മുമ്പിൽ അള്ളാഹുവേ, ലോകം മരവിച്ചു നിന്നിട്ടുണ്ടാകും. കൊലപാതകം ചെയ്യുന്നു എന്ന് മാത്രമല്ല, ആ കൊലപാതകത്തെ മറച്ചു നിർത്താൻ തൻ്റെ 4 പവൻ സ്വർണ്ണാഭരണം ഈ ഉമ്മയുടേത് തട്ടിയെടുക്കാൻ തീർച്ചയായിട്ടും ആ വല്യമ്മയുടെ അടുക്കൽ ചെന്നിട്ട്, ഈ നരാധമന് എനിക്ക് ഈ 4 പവൻ ഒന്ന് പണയം വെക്കാൻ തരുമോ, അല്ലെങ്കിൽ നിങ്ങൾ തരുമോ എന്ന് ചോദിച്ചിരുന്നാൽ കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു മനസ്സുള്ള ഉമ്മയാണ് ആ കുഞ്ഞാമി ഉമ്മ. എല്ലാവർക്കും അറിയാം. ഇനി അതുമാത്രമല്ലെങ്കിൽ 4 പവൻ എന്ന് പറയുന്നത് കേവലം 2 ലക്ഷം രൂപ. അതിന് എന്തെല്ലാം വഴിയുണ്ട്. അവൻ അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ ആ 2 ലക്ഷം ഉറുപ്പിക ഒപ്പിച്ച് അവൻ്റെ പ്രയാസം തീർത്തു കൊടുക്കാൻ സ്വാഭാവികമായിട്ടും എല്ലാവരും അവൻ മാത്രമല്ല, കയ്യും മെയ്യും നിറന്ന ഒരു ദുരന്ത ഭൂമിയുടെ തൊട്ടടുത്താണ് ഈ വെള്ളമുണ്ട സ്ഥിതി ചെയ്യുന്നത്. ആ ദുരന്ത ഭൂമിയിൽ കയ്യും മെയ്യും നടന്ന് വലിയ സഹായങ്ങളാണ് ആളുകൾ ചെയ്തു കൊടുത്തത്. ജീവൻ്റെ വില മനസ്സിലാക്കിയിട്ടായിരുന്നു അത്. തൊട്ടടുത്ത ദിവസമാണ് നമ്മുടെ സഹോദരങ്ങൾ മുഴുവനും ഏകദേശം 1000-ഓളം ആളുകൾ മരണപ്പെട്ടു. ദുഃഖം കഴിഞ്ഞിട്ടില്ല, വേദനിച്ച് കഴിയുകയാണ്. ഒട്ടനേകം സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയത്. അതിനേക്കാൾ നമ്മുടെ സഹോദരങ്ങളുടെ വേർപാട്, ഒരു മനുഷ്യൻ്റെ വേർപാട് പോലെ എന്താണുള്ളത്? മൻ ഖതല നഫ്സിൻ ബി ഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള് ഫകഅന്നമാ ഖതലന്നാസ ജമീഅ വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് 1400 കൊല്ലമായി. ഒരു ജീവൻ്റെ വില ആലോചിച്ച് നോക്കണം. ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ കൊന്നതുപോലെയാണ്. ഒരു മനുഷ്യനെ ജീവിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അത് ലോകം മുഴുവനും ജീവിപ്പിച്ചതുപോലെയാണ്. അതായിരുന്നു വയനാട് ആ ദുരന്തത്തിൽ ആളുകൾ കയ്യും മെയ്യും മറന്ന് KNCCയുടെ സലഫികളുടെ പ്രവർത്തനം, SDPI, അതുപോലെ തന്നെ ഒട്ടനേകം ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി, തുല്യതയില്ലാതെ, അതോടൊപ്പം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ DYFI തുടങ്ങിയ എല്ലാ സംഘടനകളും അവർ നിരന്തരം ജീവനും കണ്ണിലെണ്ണയൊഴിച്ച് ആ ജീവനുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടി നടന്നപ്പോഴാണ് ആ പ്രദേശത്തു തന്നെയുള്ള ഒരു നരാധമൻ എല്ലാവർക്കും പ്രിയങ്കരിയായിട്ടുള്ള ആ കുഞ്ഞാമി ഉമ്മയെ ഇല്ലാതാക്കിയെന്ന് മാത്രമല്ല, ആ മയ്യത്ത് കൊണ്ടുപോയിട്ട് മറ്റൊരു ദൂരെയുള്ള ഒരു പൊട്ടക്കിണറ്റിലിട്ടിട്ട്, ആലോചിച്ച് നോക്കൂ അവൻ. എന്നിട്ടെന്താണ് അവൻ ചെയ്തത്? എന്നിട്ട് അവൻ്റെ വാട്സപ്പ് മെസ്സേജിൽ മുഴുവൻ അവൻ്റെ ഗ്രൂപ്പുണ്ട്.
അവനൊക്കെ ഗ്രൂപ്പിൽപ്പെടുത്തുന്നവനെയല്ലേ നമ്മൾ ആദ്യം ചോദ്യം ചെയ്യേണ്ടത്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അവൻ സന്ദേശം അയച്ചിരിക്കുന്നു, കുഞ്ഞാമി ഉമ്മയെ കാണാനില്ല, തിരോധാനം, ബുധനാഴ്ചയാണ് സംഭവം. അന്ന് തന്നെ ഓൻ വോയിസ് മെസ്സേജാണ് വിട്ടത്. എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് എന്ത് അടുപ്പം, എന്ത് സ്നേഹമാണ് ആ കുഞ്ഞാമി ഉമ്മ ഇല്ല, കാണാതായിരിക്കുന്നു എന്നതിൽ. ഇതുവരെയും 72 വയസ്സായ ആ കുഞ്ഞാമി ഉമ്മയുടെ വീടുമായി ഒരു ബന്ധവും പുലർത്താതിരുന്ന ഈ നരാധമൻ ഹക്കീം ഇപ്പോൾ വല്ലാത്ത സങ്കടം. മാത്രമല്ല കൂടെ ആ വീടുമായി ബന്ധപ്പെടുന്നു. മാത്രമല്ല പോലീസ് വന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന സമയം മുഴുവനും അവൻ വിട്ടുമാറാതെ ആ വീട്ടിലുണ്ട്. ഒരു അഭ്യുദയകാംക്ഷി എന്ന നിലക്ക് സ്വന്തം കൂടപ്പിറപ്പ് പോലെ ഇങ്ങനെ ഒരു വലിയ ദുഃഖം അനുഭവിച്ച് വേദനിച്ച് വല്ലാത്തൊരു സംഭവം. മാത്രമല്ല ഇതൊക്കെ അവൻ നിരീക്ഷിക്കുകയാണ്. ഇൻക്വസ്റ്റിന് ശേഷം മറമാടിയതിനു ശേഷവും വീട്ടിൽ കയറിയിറങ്ങുന്നു, തൻ്റെ സങ്കടം കാണിക്കുന്നു, വിഷമം കാണിക്കുന്നു. കാരണം കുഞ്ഞാമി ഉമ്മയെ കാണാതായതിൽ സ്വന്തം മക്കളെക്കാളും പേരക്കുട്ടികളെക്കാളും ബന്ധുക്കളെക്കാളും ഒക്കെ വലിയ പ്രയാസം കാണിക്കുന്നു. അപ്പോഴാണ് ബുദ്ധിമാനായ ഒരു പോലീസുകാരന് ഇവൻ്റെ ഈ കാട്ടിക്കൂടലിൽ സംശയമുണ്ട്. മാത്രമല്ല തൊട്ടടുത്ത് തന്നെയുള്ള വീട്ടിൽ CCTV ഉണ്ട്. ആ CCTV പരിശോധിക്കാൻ ഇരിക്കുകയാണ്. അപ്പോഴേക്ക് തന്നെ അള്ളാഹു അവൻ്റെ അനുഗ്രഹത്താൽ, അതാണ് പണ്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് പോലെ, ഏതൊരു കൊലപാതകം നടത്തിയാലും അതിൻ്റെ ഒരു തുമ്പ് അള്ളാഹു, അതിൻ്റെ തെളിവ് സർവശക്തനായ കർത്താവ് ദൈവം തമ്പുരാൻ എന്തെങ്കിലും ഒരു ചെറിയ തെളിവെങ്കിലും അവിടെ അവശേഷിപ്പിക്കും. അത് പടച്ച റബ്ബിൻ്റെ ഹിക്മത്താണ്. എന്താ കാരണം? അവൻ്റെ ഓയ്കാല റബ്ബുകൽ മലായികത്തി ഇന്നി ഖാലിഖുൻ ബശറൻ മിൻ സൽസാലിൻ മിൻ നമഹിൻ മസ്നൂൻ ഫനഫഖതു ഫീഹി മിൻ റൂഹി ഫഖഹു ലഹു സാജിദീൻ. അള്ളാഹ് പറഞ്ഞതാണ്, എൻ്റെ ആത്മാവിൽ നിന്ന് ആ മനുഷ്യനിലേക്ക് ഞാൻ ഊതപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ആ ആത്മാവിൽ ആ മനുഷ്യനെ നിങ്ങൾ വണങ്ങണം എന്ന് പറഞ്ഞാൽ അത്രക്ക് ശ്രേഷ്ഠമാണ്. അള്ളാഹുവിൻ്റെ ആ റൂഹിനെ ഇല്ലാതാക്കിയിട്ടുള്ള ആ നരാധമൻ എന്തുമാത്രം ക്രൂരതയാണ് ചെയ്തത്. മാത്രമല്ല ഒരു വ്യക്തിയെ ഇല്ലാതാക്കിയെന്ന് മാത്രമല്ല, എന്നിട്ട് അതിനെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ആ ശരീരത്തെ മറവ് ചെയ്യാൻ പോലും ബന്ധുക്കൾക്ക് കിട്ടാത്തവണ്ണം ഒരു കിണറ്റിൽ ഏകദേശം ഒരു 3/4 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 600 മീറ്റർ അപ്പുറത്തുള്ള കിണറ്റിൽ. അപ്പോൾ സംശയം വന്നത് അങ്ങനെയാണ്. ഒരിക്കലും സ്വന്തം നിലക്ക് നടന്നു പോയിട്ട് ഒരു കിണറ്റിൽ വീഴാൻ തക്കെയുള്ള നടക്കാൻ വയ്യാത്ത ഉമ്മയാണ് ഈ കുഞ്ഞാമി ഉമ്മ. അപ്പോഴാണ് ഇവൻ്റെ പ്രവൃത്തിയൊക്കെ കൂടെ സംശയകരമായിട്ട് തോന്നി. മാത്രമല്ല 4 പവൻ സ്വർണം വെച്ച ആ ബാങ്കിൽ ഇങ്ങനെ സ്വർണം പണയം വെച്ചിട്ടുണ്ട് എന്ന വെള്ളമുണ്ട ബാങ്കിൽ തന്നെയാണ് ഇത് ചെയ്തത്. ആ പഹൻ്റെ പ്രവൃത്തി നോക്കണം, കുറച്ച് അപ്പുറത്ത് പോയിട്ടാണ് ചെയ്തിരുന്നെങ്കിൽ ഇത് പെട്ടെന്ന് അറിയുമായിരുന്നില്ല. വെള്ളമുണ്ട സ്വകാര്യ ബാങ്കിലാണ് ഈ 4 പവൻ കൊണ്ടുപോയിട്ട് പണയം വെച്ചത്. പെട്ടെന്ന് തന്നെ ആ ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്, ഇങ്ങനെ 4 പവൻ സ്വർണ്ണാഭരണം ഇവൻ പെട്ടെന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, പണയം വെച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവനെ പിടിക്കാനിടയായി. അതാണ് എത്രയും പെട്ടെന്ന് തന്നെ, അതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു അവൻ്റെ ആത്മാവിൻ്റെ തെളിവുകളെ അവൻ തന്നെ സൂക്ഷിക്കുന്നു എന്ന കാരണത്താൽ ഏതു മനുഷ്യനും ഏതു നരാധമനും എന്തു ചെയ്താലും അള്ളാഹു അവൻ്റെ ആത്മാവിൻ്റെ സുരക്ഷിതത്വത്തിന് കൊല്ലപ്പെട്ടിട്ട് കഴിഞ്ഞതിനു ശേഷമായാൽ പോലും ഒരു തെളിവ് അവിടെ അവസാനിപ്പിച്ചു വെക്കും, നിർത്തുമെന്ന് പറഞ്ഞത്. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. അതുകൊണ്ടാണ് ആരിലേക്കും സംശയങ്ങൾ നീളാതെ പെട്ടെന്ന് തന്നെ ഈ നരാധമനെ കണ്ടെത്തി പിടികൂടാനും ആളുകളുടെ സംശയങ്ങൾ തീരാനും ഒക്കെ അത് പെട്ടെന്ന് സാധ്യമായി. മാത്രമല്ല കുഞ്ഞാമി ഉമ്മക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി. ആ കുഞ്ഞാമി ഉമ്മക്ക് അള്ളാഹു രക്തസാക്ഷിയുടെ പദവിയാണ് കൊടുക്കുക. അത് തീർച്ചയായിട്ടും. കാരണം ഒരു മനുഷ്യനാൽ കൊല്ലപ്പെട്ട, കാരണം കൂടാതെ കൊല്ലപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിക്ക് സർവശക്തനായ അള്ളാഹു ഒരു ഷഹീദിൻ്റെ കൂലി കൊടുക്കും. അത് തീർച്ചയായിട്ടും അള്ളാഹു അവർക്ക് ആ ഷഹീദിൻ്റെ കൂലി കൊടുക്കുകയും അതോടൊപ്പം തന്നെ അള്ളാഹുവെ ആ കുടുംബത്തിന് നീ ക്ഷമ നൽകുകയും ആ പേരക്കുട്ടികൾക്കും മക്കൾക്കും സാജിദക്കും എല്ലാവർക്കും അള്ളാഹുവെ നീ ക്ഷമ നൽകുകയും ചെയ്യണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നിന്നോട് പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവെ അതോടൊപ്പം ഇത്തരത്തിലുള്ള നരാധമന്മാരുടെ ചതികളിൽ നിന്ന് നിരപരാധികളായ ആളുകളെ അള്ളാഹുവെ നീ കാത്തുകൊള്ളണമേ സർവശക്തനായ റബ്ബേ. മാത്രമല്ല ഇത്തരത്തിലുള്ള ഈ ഹക്കീമ് ചെയ്തതുപോലെയുള്ള പ്രവൃത്തി ഞങ്ങൾക്കിടയിൽ നിന്ന് അള്ളാഹുവെ ആർക്കും എന്നും പത്രമെടുത്ത് നോക്കിയാൽ നമ്മൾ കാണുന്നുണ്ട് ഈ സങ്കടകരമായിട്ടുള്ള അവസ്ഥ. എന്താണ് എന്തിനാണ് യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവെ ഇത്തരത്തിൽ നിന്നുള്ള മറ്റൊരുത്തൻ്റെ ചതിയാൽ കൊല്ലപ്പെടുന്നതിൽ നിന്ന്, അള്ളാഹുവെ അത്തരത്തിലുള്ള വഞ്ചനകളിൽ നിന്ന്
അള്ളാഹുവെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. അള്ളാഹുവെ അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന് നീ ക്ഷമ നൽകണമേ. അള്ളാഹുവെ അതുപോലെ തന്നെ കുറ്റവാളികളായ ഇത്തരത്തിലുള്ള നരാധമന്മാർക്ക് കർശനമായ ശിക്ഷ കൊടുക്കേണ്ടതും ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. തീർച്ചയായിട്ടും ഞാൻ ആവശ്യപ്പെടുന്നത് അതാണ്, ശക്തിമത്തായിട്ടുള്ള ശിക്ഷ. അവൻ ഒരിക്കലും ഒരു പരോളോ ജാമ്യമോ നൽകാതെ അവനെ ജയിലിലിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വിചാരണ ചെയ്ത് അവനെ ഈ കൊലക്ക് പകരം കൊല തന്നെ വിധിച്ച് അവനെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.